ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് പോകാനായിട്ട് റെഡി ആയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ ഇഹ ഡിസൈൻസിൽ നിന്ന് വാങ്ങിച്ചൊരു ഡ്രസ്സാണ് ഇന്ന് വെയർ ചെയ്യുന്നത്. ഇത് ഫ്രണ്ടിൽ വീനക്ക് വന്നിട്ട് അതിൽ കൂടി ചെറിയൊരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട്, സ്ലീവിലും ചെറിയൊരു ഹാൻഡ് വർക്ക് ഉണ്ട്, പിന്നെ ഫ്രണ്ടിൽ ഇങ്ങനത്തെ കുറച്ച് പ്ലീറ്റ്സ് വരുന്ന ഒരു ഡ്രസ്സാണ്. അപ്പോൾ നമ്മൾ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസറാണ്. ഇത് ഡോട്ട് ആൻഡ് കീയുടെ കോമ്പിനേഷൻ സ്കിന്നിനുള്ള മോയ്സ്ചറൈസറാണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത്. ശരിക്കും എൻ്റെ ഓയിലി സ്കിന്നാണ്. ചില സമയത്ത് അതൊരു കോമ്പിനേഷൻ പോലെ ഫീൽ ചെയ്യാറുള്ളതുകൊണ്ട് ഞാൻ മോയ്സ്ചറൈസർ ഒന്ന് മാറ്റി നോക്കിയതാണ്. ഇത് അത്യാവശ്യം നല്ലൊരു മോയ്സ്ചറൈസറാണ്. അപ്പോൾ അത് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈവനിങ് ആയതുകൊണ്ട് നമ്മൾ സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നില്ല. അതിനുശേഷം പ്രൈമറാണ് അപ്ലൈ ചെയ്യുന്നത്. പ്രൈമർ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മേക്കപ്പ് കുറച്ച് ലോങ് ലാസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റിൻ്റെ പ്രൈമറാണ്. അത് അത്യാവശ്യം നല്ല സോഫ്റ്റാണ് അപ്ലൈ ചെയ്യാനായിട്ട്. ആപ്ലിക്കേഷനും വളരെ ഈസിയാണ്. അങ്ങനെ നമ്മൾ പ്രൈമറൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അടുത്ത ഞാൻ യൂസ് ചെയ്യുന്ന ബ്ലഷാണ്. ഇത് ബ്ലൂ ഹെവൻ്റെ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന ബ്ലഷ്. അത് ആദ്യമേ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് ലെയർ ചെയ്ത് വരുമ്പോഴത്തേക്കിനും അത് ചെറിയൊരു ടിൻറ്റ് പോലെ കാണത്തുള്ളേ. ലാസ്റ്റിൽ ഇടുമ്പോഴത്തേക്കിനും നമുക്കത് ഭയങ്കര ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്ന സാധനമല്ല. ഇന്നിപ്പോൾ നമ്മളൊരു പാർട്ടിക്കൊക്കെ പോകുന്നതുകൊണ്ട് ആ രീതിയിൽ ഒരുങ്ങണതാണ്. അപ്പോൾ ആദ്യമേ ഞാൻ കൈ വെച്ചിട്ട് അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രഷ് വെച്ചിട്ടായപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ഒരു നാച്ചുറൽ ലുക്ക് വരും ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. അങ്ങനെ രണ്ട് സൈഡിലും നമ്മൾ ബ്ലഷ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫൗണ്ടേഷൻ ഇടാമേ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഫേസസ് കാനഡയുടെ ഫൗണ്ടേഷനാണ്. ഇത് അത്യാവശ്യം നല്ല ഫൗണ്ടേഷനാണ്. യൂസ് ചെയ്യാനായിട്ടും ഈസിയാണ്, അതേപോലെ തന്നെ ബ്ലെൻഡ് ചെയ്യാനായിട്ടും എളുപ്പമാണ്. നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫൗണ്ടേഷനാണ്. കുറച്ച് മതി. ഇത് അത്യാവശ്യം നല്ലൊരു കവറേജ് ഉള്ളൊരു ഫൗണ്ടേഷനാണ്. ഈ പറഞ്ഞ പോലെ ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനായിട്ട് അടിപൊളിയാണ്. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു മിക്ക പ്രൊഡക്ട്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഫൗണ്ടേഷൻ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം കൈ വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇവിടെ ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അതാകുമ്പോഴത്തേക്കിനും നമുക്ക് കുറച്ചും കൂടി ഈവൻ ആയിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഫൗണ്ടേഷനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അതൊന്ന് കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് സെറ്റ് ചെയ്യാമേ. എൻ്റെ ഓയിലി സ്കിൻ ആയതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് കോമ്പാക്ട് പൗഡർ. അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ആ മേക്കപ്പിനെ ഒന്ന് സെറ്റ് ചെയ്ത് ഇനി നമുക്ക് ഐബ്രോസ് ഫില്ല് ചെയ്യാമേ. ഞാൻ ഇങ്ങനത്തെ ഒരു പൗഡർ ഫിനിഷ് ഉള്ളൊരു ഐബ്രോ ആണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ കൂടുതലൊരു ബ്രഷ് ഉണ്ട്. ഇതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അങ്ങനെ രണ്ട് സൈഡും നമ്മൾ എഴുതിയിട്ടുണ്ട്. എൻ്റെ ഐബ്രോസ് കുറച്ചൊന്ന് കൊഴിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ഐബ്രോസൊക്കെ നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഐബ്രോസിൻ്റെ ഒരു സ്പൂളിയില്ലേ, ഈ സ്പൂളി വെച്ചിട്ട് നമുക്കൊന്ന് ചീകി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിട്ടിരിക്കുക. നിർബന്ധമില്ല ഐബ്രോസൊക്കെ കറക്റ്റ് ത്രെഡ് ചെയ്ത് വെച്ചേക്കുന്നതാണെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ ആ സ്പൂളിയും കൂടെ വെച്ചിട്ടൊന്ന് ചീകി കൊടുക്കാനുണ്ട്. അതിനുശേഷം നമുക്കിവിടെ ഐഷാഡോ അപ്ലൈ ചെയ്യാമേ. ഇത് ബ്ലൂ ഹെവൻ്റെ ഒരു പാലറ്റാണ്. അതിനകത്ത് 4 കളറാണ് വരുന്നത്. അതിനകത്ത് ഒരു ഗ്ലിറ്റർ ആണുള്ളത്, ബാക്കി 3 അല്ലാത്ത പ്ലെയിൻ കളറാണ്. അപ്പോൾ അതിനകത്ത് നോക്കിയപ്പോൾ എനിക്ക് കുറച്ച് കൺഫ്യൂഷൻ വന്നു. അങ്ങനെ ഞാൻ ഗ്ലിറ്റർ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ച് ഒരു ബ്രിക്ക് കളറിൽ വരുന്ന ഒരു ഐഷാഡോ ആണ് അത്. ആ ഷെയ്ഡ് അപ്ലൈ ചെയ്തു. ഐഷാഡോ അങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടൊന്നും അറിയത്തില്ല. പിന്നെ ഇത് ഈസിയാണ് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ബ്രഷ് യൂസ് ചെയ്യാണ്ട് വിരലിൽ തന്നെ എടുത്തിട്ടാണ് അപ്ലൈ ചെയ്തത്. ഇതിൻ്റെ ഒരു ടോപ്പ് ലെയറും കൂടി ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഞാൻ ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 കണ്ണിലും അപ്ലൈ ചെയ്തു. ഇനി ഇതിനെ എന്ത് മോഡിഫൈ ചെയ്യാമെന്ന് ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഒരു ഷെയ്ഡും കൂടി ഇതിന് മുകളിൽ ഇടാമെന്ന് വിചാരിച്ചേ. അപ്പോൾ താഴെ ഡാർക്ക് ഇട്ടുകൊണ്ട് മുകളിൽ ലൈറ്റ് ഷെയ്ഡ് ഇടാമെന്ന് വിചാരിച്ചു. എന്നിട്ട് അതിനെ ജസ്റ്റ് ബ്രഷ് വെച്ചിട്ടൊന്ന് വരച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്ത് അപ്പോഴത്തേനും നമുക്ക് ഈവൻ ലുക്ക് കിട്ടൂലോ. അങ്ങനെ 2 കണ്ണിലും അത്യാവശ്യം ഐഷാഡോ ഒക്കെ ഇട്ടൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഐഷാഡോ ഈ പറഞ്ഞ പോലെ ഭയങ്കര ഹൈലൈറ്റഡ് ആയിട്ട് ചെയ്യാനായിട്ട് എനിക്ക് അറിയത്തില്ല. ഞാനിവിടെ യൂസ് ചെയ്യുന്ന കളർ എസൻസിൻ്റെ ഐലൈനറാണ്. ഐലൈനർ എഴുതിയിട്ടുണ്ട്. എങ്ങനെ എഴുതിയാലും 2 കണ്ണും 2 രീതിയിൽ വരും. അതുകൊണ്ട് ഞാൻ കണ്ണെഴുതണ കാണിക്കാത്ത കേട്ടോ. അതിനുശേഷം ബ്ലൂ ഹെവൻ്റെ തന്നെ നമ്മുടെ മസ്കാര അപ്ലൈ ചെയ്യുന്നുണ്ട്. അതാകുമ്പോഴത്തേനും ലാഷസ് ഒക്കെ ഒന്ന് വിടർന്നിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇനി നമുക്ക് ഒരു സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യാമേ. നിർബന്ധമില്ല, നമുക്ക് ഫേസിൽ കുറച്ചൊന്ന് ഹൈലൈറ്റ് ചെയ്തെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്ട്രോപ്പ് ക്രീം യൂസ് ചെയ്യാൻ പറ്റും. അത് ഞാൻ നോസിൽ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ചീക്സിലും ഐബ്രോസിൻ്റെ ആ കോർണർ പോർഷനിൽ അവിടെയൊക്കെയാണ് ഞാൻ കൂടുതൽ സ്ട്രോപ്പ് ക്രീം അപ്ലൈ ചെയ്യുന്നത്. ഇതൊരു കുറച്ചെടുത്താൽ മതി. നമുക്കൊരു കുറച്ചുണ്ടെങ്കിൽ തന്നെ അത്യാവശ്യം നല്ലതായിട്ട് ഫേസിൽ ഓൾ ഓവർ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് ഉള്ളതുണ്ട്. അപ്പം സ്ട്രോപ്പ് ക്രീമും കൂടെ വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മുടെ മേക്കപ്പ് ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഐടെക്സിൻ്റെ ഒരു പൊട്ടുകൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് ഇനിയുള്ള മെയിൻ പണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തലമുടി കെട്ടി വെക്കുക എന്നുള്ളതാണ്. നേരത്തെ ഞാൻ ബോട്ടോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 6-7 മാസം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തലമുടിയൊക്കെ ഏകദേശം പഴയ പോലെ ആവാൻ തുടങ്ങി. അതായത് എൻ്റെ അത്യാവശ്യം നല്ല ഫ്രിസി ആയിട്ടുള്ള ഡ്രൈയിങ് ഹെയർ ആണ്.
അങ്ങനെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ലോറിയലിൻ്റെ ഈ ഒരു ഹെയർ സെറമാണ്. തലമുടിയൊക്കെ നന്നായിട്ട് ചീകിയതിന് ശേഷം ആ സെറമൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇതിനെ എങ്ങനെ കെട്ടണം എന്നുള്ളത് പോവാൻ റെഡി ആകുമ്പോഴത്തേനും എനിക്ക് ഏറ്റവും കൂടുതൽ സമയം വേണ്ടത് ഈ തലമുടി കെട്ടിവെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു തരത്തിൽ അത് ഒതുങ്ങിയിരിക്കുന്ന രീതിയിലൊക്കെ ഞാനൊന്ന് കെട്ടിവെച്ചിട്ടുണ്ട്. അതിനുശേഷം ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് പിൽഗ്രിമിൻ്റെയാണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്ന ലിപ്സ്റ്റിക്ക്. ചെറിയൊരു പിങ്ക് ടോൺ വരുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. മാറ്റ് ഫിനിഷ് ആണ്. അതേപോലെ തന്നെ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ലിപ്സ്റ്റിക്കാണ്. ഇനി ഏത് കമ്മൽ വേണമെന്നുള്ളതാണ് അടുത്ത കൺഫ്യൂഷൻ. അങ്ങനെ കുറേ നേരം തിരഞ്ഞ് ഒരു ജിമിക്ക് അതിനകത്ത് നിന്ന് കണ്ടുപിടിച്ച് ഇതെനിക്ക് ക്രിസ്മസ് ഫ്രണ്ട് ഗിഫ്റ്റ് തന്ന ഒരു അടിപൊളി കമ്മലാണ്. അങ്ങനെ അതൊക്കെ ഇട്ട് നമ്മൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു മേക്കപ്പ്. അവസാനം ഇട്ട വള വന്നിട്ട് ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതായിരുന്നേ. പിന്നെ കയ്യിലുള്ള വേറെ 2 വളയും കൂടി ഇട്ടിട്ടാണ് ഈ ഡ്രസ്സിന് പെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് ഒക്കെ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. താങ്ക് യു.